ഹായ് നമസ്കാരം. കാലിക്കറ്റ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മള് ഏകദേശം ടൂറിന് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാവരും ഏകദേശം ഫ്രണ്ട്സുമായിട്ട് തന്നെ അതേ റേഞ്ചിലുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. ഒരു ടൂർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ കമ്പനിയിൽ ഇപ്പൊ നമ്മളെല്ലാരും ഇനിയിപ്പോ അടുത്തൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു പ്രൊജക്റ്റില് വിഷ്ണു ഉറങ്ങി നീച്ചിട്ടുണ്ട്. അപ്പം പ്രൊജക്റ്റിലായിട്ട് ഇപ്പൊ എല്ലാരും ഇതുപോലെ നിൽക്കുന്ന പോലെ ഒരുമിച്ച് ഉണ്ടാവോ, ഇതുപോലെ എല്ലാവരും കൂടി ആ ഒരു എൻജോയ്മെന്റ് കിട്ടുമോ എന്താണെന്ന് അറിയില്ല. അതിനെക്കൊണ്ട് ഞങ്ങളെല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഇങ്ങനെ വന്നതാണ്. ശ്രീലാലൊക്കെ ഡേ നൈറ്റ് നിന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇതിനുള്ള ലീവ് എടുത്തിട്ടാ പോകുന്നത്. കാരണം നമ്മൾ പോകുന്ന അന്ന് നൈറ്റ് വർക്ക് ചെയ്തിട്ട് തീർത്തിട്ടാ പുള്ളിക്കാരൻ എത്തിയേ. അതുപോലെ അഞ്ചും എ സിയില് വെള്ളം കോരി വെച്ചിട്ടാ പോകുന്നത്. വിഷ്ണു ക്ലാസ്സിനും കൂടി പോകുന്നുണ്ട്. പിന്നെ അതിനുള്ളിൽ കൂടെ സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പർവീസ് പുറത്ത് വർക്ക് എടുക്കുന്നുണ്ട്, നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട്. ആ മോൻ കാണിക്കാൻ മനസ്സിലാവാതിരിക്കാണ് കണ്ണടക്ക വെച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മള് ഇതിലുള്ള. പിന്നെ ബാക്കിയുള്ളവരെ മെച്ച കാറിലാണുള്ളത് കേട്ടോ. നമ്മള് 2 വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. ബെലാനുള്ള എക്കോ സ്പോട്ടിലാണ്. ബെലാന ജാഫർക്ക, ആദ്യം നമ്മുടെ കൂടെയുള്ള മണിയുണ്ട്, അതുപോലെ ഫായിസ്, ജാഫർക്ക, മുസ്തഫ, അങ്ങനെ 4 പേരാണ് അതിലുള്ളത്. അത് പിന്നെ വണ്ടിക്ക് പ്രത്യേകത ടൗൺ ടു ടൗൺ ആണ്. ഡെസ്റ്റിനേഷൻ വിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയി നിൽക്കുള്ളൂ. അതിന് ചായ കുടിക്കാനും ചോറുന്നാനൊക്കെ ഇവിടുത്തെ കമന്റ് കൊടുക്കണം, എന്നാലും ആ വണ്ടി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വണ്ടി അങ്ങനെ പോയിക്കോട്ടെ കേട്ടോ. കടലിന്റെ എക്സ്പ്രസിന് ലോക്കോ പൈലറ്റ് ആണ് ഓടിക്കുന്നത്, മണിയാണ് ഓടിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള്. ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രൊഫഷണൽ വ്ളോഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യാനാക്കാൻ ഉദ്ദേശിച്ചില്ല. കാലാകാലം നമ്മൾ ഇവിടുന്ന് പോയാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് വീഡിയോ കാണാം. എല്ലാ കാലം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ആ വീഡിയോ അതിൽ കിടക്കും. അപ്പൊ അതിൽ എല്ലാവരും കാണാം. പിന്നെ പർവീസിനൊക്കെ നാട്ടാട് തെരഞ്ഞു വരുന്ന ടൈം ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും കണ്ടിട്ട് നാട്ടം പിടിക്കുമ്പോ ഇവനെ എവിടെ ചോദിക്കാനുള്ളവര് അങ്ങനെങ്കിലും തെരഞ്ഞു പിടിക്കല. അതിനെ കൊണ്ട് ചാനൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തുള്ള ബെല്ലും കൂടെ വിഷ്ണുവിന്റെ മാച്ചിനെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പൊട്ടിച്ചേക്ക്. അപ്പൊ നമ്മൾ ശ്രീല
അഞ്ചു വന്നു കേറിയപ്പോ മുതൽ അഞ്ചുമിന് നീറ്റ് അവിടെ സർവീസിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് ശരിയല്ലേ എന്താ അറിയാലേ മൂന്നാം ദിവസം കഴിയുമ്പോൾ സർവീസ് ആ വണ്ടി ഇതില് വേസ്റ്റ് ആയി ഒരു സീറ്റ് ഇതിനെ ബാക്കി പറയും. വിഷ്ണുവിന് ചെറിയൊരു പരിക്ക് പറ്റി കിടക്കുക വിഷ്ണു കേട്ടോ. നമ്മൾ പോകുന്നത് മാമലക്കണ്ട റൂട്ടാണ് കേട്ടോ. നമ്മൾ മൂന്നാർ പോകുന്നത് അടിപൊളി റൂട്ടാണ്, കണ്ണിന് അടിപൊളി കുളിർമേകുന്ന റൂട്ടാണ്, കാണാൻ ഒത്തിരിയുള്ള റൂട്ടുകളാണ്. വൈൽഡ് മൃഗങ്ങളൊന്നും നമ്മൾ അനിമൽസൊന്നും നമ്മൾ അങ്ങനെ സ്പോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു അടിപൊളി 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 റൂട്ടാണ് കേട്ടോ. ദേ ഇവിടെ ഒരു ഏർമാടൊക്കെ കാണുന്നുണ്ടേ, സൂപ്പറാണ്. വന്യമൃഗങ്ങളൊന്നും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷെ അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. കുറച്ച് റോഡെല്ലാം ഇടുങ്ങിയോ, കുറച്ച് ഓഫ് റോഡാണ്. ഒരു അടിപൊളി യാത്ര ആയിരുന്നു കേട്ടോ. നമ്മളെ കണ്ണിന് നല്ലൊരു കുളിർമയേകുന്നൊരു യാത്രയായിരുന്നു മാമലക്കണ്ടം വഴിയുള്ള യാത്ര കേട്ടോ. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് കണ്ട നമ്മളിങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് സൈഡാക്കിയത് ഇവരൊക്കെയാണ് നമ്മുടെ ഗ്യാങ് കേട്ടോ. അതേ ജാഫർ ഖാൻ്റെ ഡാഡ്സ്. അങ്ങനെ മാമലക്കണ്ടത്തെ കാഴ്ചകളും കണ്ട് നമ്മൾ വൈകിയ മൂന്നാർ എയർപിൻസ് കയറാൻ തുടങ്ങി കേട്ടോ. ഇനി ചീയപ്പാറ വെള്ളച്ചാട്ടം കാണുക. ഞങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്യുക, ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ പോയിരിക്കുന്ന ടൂറാട്ടോ. ഇത് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഇതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. മഴ ഇല്ലാത്തതിനെ കൊണ്ട് വെള്ളമെല്ലാം കുറവാട്ടോ. അതിനെ കൊണ്ടാണ് കാണാൻ അത്ര ഭംഗിയില്ലാത്ത. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ അടിമാലി ടൗണിലെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ കാഴ്ചകൾ അങ്ങനെ എല്ലാവരും കണ്ടിട്ടുള്ള കാഴ്ചകളായതിനെ കൊണ്ട് ഞങ്ങൾ ഇനി റൂമിൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ അതായത് റിസോർട്ടിലോട്ട് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. നല്ല സുഖാണ്, ഇവിടെ തണുപ്പാ ഭയങ്കര. ലഗേജ് ഇല്ലാതെ 10 പേര് എന്നാ മുമ്പ് ആരെന്ന് പറഞ്ഞു.
ആകെ 10 പേര് കൊള്ളുന്ന ജീപ്പിൽ ഞങ്ങൾ ലഗേജും കംപ്ലീറ്റ് സാധനങ്ങളടക്കം നമ്മൾ കുത്തി നിറച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറി. അതൊന്നും അടിപൊളി ഓഫ് റോഡ് കേട്ടോ, ഒന്നും പറയണ്ട. അപ്പം നമ്മുടെ റിസോർട്ടിലെ കാഴ്ചകളാക്കാം ഇനി ബാക്കി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന റൂം. നമ്മളെല്ലാവരും കൂടി ഒരൊറ്റ ഇതിലാണ് കിടക്കുന്നത് കേട്ടോ. അടിപൊളിയല്ലേ, ഭയങ്കര ആംബിയൻസ് അല്ലേ, കാണുമ്പോൾ കണ്ടില്ലേ നീല ലൈറ്റും, മൊത്തത്തിൽ ഒരു പാർട്ടി മൂഡാണ് മൊത്തം. ഇതേ നമ്മളെല്ലാവരും കൂടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബെഡും കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല കേട്ടോ, എല്ലാം കുത്തി മറച്ച മൊത്തം ലംബാക്കിയിട്ടുണ്ട്. ഇപ്പം നേരെ വന്നാൽ ഇതേ സൈഡിൽ ബാത്റൂം ഉണ്ട്. ഇതാണ് ബാത്റൂം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതേ മിറർ, പിന്നെ ഇതേ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ, പാനലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. Kula kudiri ya no dari ni magari kan nanya nanya nile. Kula kudiri